ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഗവർണർ 4 വിസിമാർക്ക് നോട്ടീസ് നൽകിയതനുസരിച്ച് രാജ്ഭവനിൽ ഹിയറിംഗ് നടന്നു. ഗവർണറെ കൂടാതെ UGC ജോയിന്റ് സെക്രട്ടറി, UGC സ്റ്റാൻഡിംഗ് കൗൺസിൽ, ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, രാജ്ഭവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർ ഹിയറിംഗിൽ പങ്കെടുത്തു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് നേരിട്ട് ഹാജരായി. കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ ജയരാജിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നേരിട്ട് ഹാജരായി. സംസ്കൃത VC ഡോക്ടർ TK നാരായണന് പകരക്കാരനായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായി. ഓപ്പൺ സർവകലാശാല VC ഡോക്ടർ മുബാറക് പാഷ ഹാജരായില്ല. അദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് നൽകിയതായി അറിയുന്നു. ഗവർണർ രാജിക്കത്ത് സ്വീകരിച്ചില്ല. സാങ്കേതിക സർവകലാശാല VC സുപ്രീംകോടതി വിധിയെ തുടർന്ന് പുറത്തായതിനെ തുടർന്ന് ഗവർണർ നേരത്തെ 11 VCമാർക്കും പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും മേൽ നടപടികൾ കോടതി തടഞ്ഞിരുന്നു. അതിനുശേഷം 7 VCമാർ കോടതി വിധിയിലൂടെയും കാലാവധി പൂർത്തിയായും വിരമിച്ചു. 4 പേരാണ് ഇപ്പോൾ VCമാരായി തുടരുന്നത്. അവരുടെ ഹിയറിംഗാണ് ഗവർണർ നടത്തിയത്. കാലിക്കറ്റ് VC നിയമനത്തിന്റെ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തുവെന്നതും സംസ്കൃതയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ UGC പ്രതിനിധി കൂടാതെ ആദ്യ VCമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് നിയമനം അയോഗ്യമാകാൻ കാരണമായി നോട്ടീസ് നൽകിയത്.